നമസ്കാരം. ഇന്ന് വിഷു പുലരിയാണ്. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും തുടക്കം കുറിക്കുന്നതായ ദിവസം. ഏവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഇന്നേ ദിവസം പ്രശ്നം വച്ചപ്പോൾ കണ്ടതായ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കുന്ന ദിവസങ്ങളായി തന്നെ മാറും. പ്രധാനമായും ഈ വർഷം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി ഭവിക്കും എന്ന് തന്നെ പരാമർശിക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ ഗുരുവായൂരപ്പനെ വന്ദിക്കുക. ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി ഭവിക്കും എന്നാണ് പ്രശ്നവശാൽ പരാമർശിക്കുവാൻ സാധിക്കുന്നത്. കുടുംബജീവിതം കൂടുതൽ അനുകൂലമായി തീരാം. സന്തോഷപൂർണമായ പല കാര്യങ്ങളും കുടുംബജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില അവസരങ്ങൾ കൂടി ജീവിതത്തിൽ വന്നു ചേരാം. അത് പുതിയ രീതിയിലുള്ള നേട്ടങ്ങൾക്കോ അല്ലെങ്കിൽ ബിസിനസ് വിപുലീകരണമോ അല്ലെങ്കിൽ നഷ്ടത്തിൽ നിന്നും കരകയറ്റുവാനുള്ള ചില വഴികളോ നിങ്ങൾക്ക് മുൻപിൽ തെളിയാവുന്നതാണ്. ലാഭം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളിലും നിലനിന്നിരുന്ന അല്ലെങ്കിൽ പല രീതിയിലും നിലനിന്നിരുന്നതായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും തുടക്കത്തിൽ ഉണ്ടാകുന്നതായ കാര്യങ്ങളായിരിക്കില്ല പിന്നീട് സംഭവിക്കുക. പല കാര്യങ്ങളും നിങ്ങൾക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആഗ്രഹങ്ങൾ നടക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിധിയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരാം. ഐശ്വര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. പ്രധാനമായും ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കുന്നതാണ്. പരീക്ഷകളിൽ ഉന്നതമായ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. ധനലാഭം നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. കുടുംബസുഖം ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ കടന്നു വരുന്ന സമയമാണ്. ഉത്സാഹശീലം നിങ്ങളിൽ പ്രകടമാകുന്ന സമയം. അപ്രതീക്ഷിതമായ ചെലവുകൾ എന്നാൽ വന്നു ചേരാം. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ നഷ്ടങ്ങൾ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ തന്നെ ചെലവുകൾ ജീവിതത്തിൽ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അത്തരം കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തുക. പൊതുവിൽ നിങ്ങൾക്ക് ഈ സമയം അനുകൂലമാണ്. ഇപ്പോൾ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്നു എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഈ സമയം ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. ആയില്യം നക്ഷത്രക്കാർ വളരെയധികം കാര്യതടസ്സങ്ങളിലൂടെ അല്ലെങ്കിൽ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ നഷ്ടങ്ങൾ വിജയങ്ങൾ നേടുവാൻ സാധിക്കാത്തതായ അവസ്ഥ, പണം കൈകളിൽ നിൽക്കാത്തതായ അവസ്ഥ, ഇത്തരത്തിൽ പല പ്രശ്നങ്ങളും ജീവിതത്തിൽ നേരിട്ട് അനുഭവിക്കുന്നതായ വ്യക്തികളാണ്. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് വിഷു മുതൽ ഇവർക്ക് വന്നു ചേരുക. അനാവശ്യമായ കാര്യങ്ങൾക്ക് പലപ്പോഴും ഇറങ്ങി പുറപ്പെടുന്നതായ സാഹചര്യങ്ങൾ, സമയനഷ്ടം സംഭവിക്കുന്നതായ കാര്യങ്ങൾ, ചിന്തിക്കാതെയുള്ള പ്രവൃത്തികൾക്ക് വിരാമമാകുന്ന സമയം കൂടിയാണ് ഇത്. ആത്മാർത്ഥത പല കാര്യങ്ങളിലും പ്രകടമാകുന്നതായ സമയമാണ്. ഒരു കാര്യം തങ്ങൾക്ക് അനുകൂലമാകുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കി ആ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് പ്രതികൂലമാണ് എങ്കിൽ തീർച്ചയായും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. വളരെയധികം പ്രയാസങ്ങൾ നേരിട്ടിരുന്നതായ പല പ്രശ്നങ്ങൾക്കും അത് അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ദീർഘകാലമായി ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ആ ആഗ്രഹം നടക്കുന്നതാണ്. കച്ചവട ലാഭം, മത്സര വിജയം, കർമ്മപുഷ്ടി എന്നിവ വന്ന് ചേരാവുന്നതായ സമയമാണ്. തൊഴിലവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. കാര്യവിജയങ്ങൾ നേടുവാൻ സാധിക്കും. സന്താന സൗഭാഗ്യം ജീവിതത്തിലേക്ക് തേടിയെത്താം. സന്താന സൗഭാഗ്യം നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ്. ഏത് ശരി ഏത് തെറ്റ് എന്ന് വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് പ്രശ്നവശാൽ അനുകൂലം തന്നെയാകുന്നു. എന്നാൽ ശ്രദ്ധയോടെ തന്നെ നീങ്ങണം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കാം. പ്രധാനമായും ധനപരമായ കാര്യങ്ങൾ
കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകമായും ശ്രദ്ധ പുലർത്തുക. ഈ സമയം ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങണം. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തൃപ്തികരമായ രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. അപ്രതീക്ഷിതമായി പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് തിരിച്ചടികൾ നേരിടുന്നതായ ഒരു സമയമാണ്. ധനനഷ്ടം, അനാവശ്യമായ ചിലവുകൾ, അനാവശ്യമായ ചിന്തകൾ അഥവാ മനസ്സിനെ അലോസരപ്പെടുത്തുന്നതായ ചിന്തകൾ മനസ്സിലുണ്ട്. അത്തരം പല കാര്യങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും. കഠിനാധ്വാനം ചെയ്യുന്നതിന് അനുസരിച്ച് തന്നെ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. കച്ചവടം, കൃഷി തുടങ്ങിയ കാര്യങ്ങൾ വളരെ ലാഭകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. അസ്വസ്ഥതകൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആരോഗ്യസ്ഥിതി നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം ആഗ്രഹ സാഫല്യം വന്നു ചേരും. കർമ്മലബ്ധി വന്നു ചേരാം. ബന്ധുജന ക്ലേശം നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ബിസിനസ് രംഗത്ത് അല്ലെങ്കിൽ ഔദ്യോഗികമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഉയർച്ച വന്നു ചേരാം. ബന്ധുജനാനുകൂല്യം ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ദിവസങ്ങൾ കടന്നു വരാം. പുണ്യപ്രവർത്തികൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. എന്ത് ചെയ്താലും അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നതായ കാര്യങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായ കാര്യവിഘ്നങ്ങൾ അകറ്റുവാൻ സാധിക്കും. അന്യദേശവാസം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ഈ സമയം ആഗ്രഹിക്കുന്ന യാത്രകൾ നടത്തുവാൻ സാധിക്കും. മനസുഖം ഒരു പരിധിവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. കർമ്മപുഷ്ടി നേടുവാൻ സാധിക്കുന്നതായ സമയമാണ്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും. ഭൂമി ലാഭം നിങ്ങൾക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കൂടാതെ ഈ സമയം ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ, അത് വസ്ത്രങ്ങളോ ആഭരണങ്ങളോ സ്വന്തമാക്കുവാൻ സാധിക്കും. കാർഷിക ആദായം വന്നു ചേരാം. ബന്ധുജനങ്ങളുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. ഈ സമയം ധനപരമായ നേട്ടങ്ങളും തൊഴിലവസരങ്ങളും നിങ്ങളെ തേടിയെത്താം. കടബാധ്യതകൾ കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കുന്ന സാഹചര്യം കൂടിയാണ് മുൻപിലുള്ളത്. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ധനപരമായ നേട്ടങ്ങളിലേക്കും സന്തോഷകരമായ നിമിഷങ്ങളിലേക്കും ജീവിതത്തെ കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സാഹചര്യങ്ങൾ കടന്നു വരാം. കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതായ സമയമാണ്. ഒന്നിൽ കൂടുതൽ വരുമാന സ്രോതസ്സുകളിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് അത് കലാമേഖലകളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സമയം തന്നെയാണ് വന്നു ചേരുക. ഭൂമി വാങ്ങുവാനും വിൽക്കുവാനുമുള്ള അവസരങ്ങൾ വന്നു ചേരും. അടുത്ത സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. എന്നാൽ ചില പിണക്കങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായി എന്ന് വരാം. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. പഠന രംഗത്ത് നേട്ടങ്ങൾ, ഉന്നതമായ വിജയങ്ങൾ അത് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ പഠനവുമായി ബന്ധപ്പെട്ട്, വിധിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അനുകൂലമായി തീരാം. കുടുംബരംഗത്ത് ഉണ്ടാകുന്നതായ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പണം ഇടപാടുകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അശ്രദ്ധ പല കാര്യങ്ങളിലും ഒഴിവാക്കുവാൻ സാധിക്കും. കുടുംബ ഐശ്വര്യം വർദ്ധിപ്പിക്കുക, കീർത്തി നേടിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ഈ സമയം ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ്. തൊഴിൽ ലാഭം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടിയെത്താം. സജ്ജനങ്ങളുമായി സഹവാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പല വിധത്തിലും ആനുകൂല്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. ഗൃഹനിർമ്മാണം തുടങ്ങുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ സാഹസികരമായ പല കാര്യങ്ങളും ഒഴിവാക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം
മനസുഖം അല്പം കുറയുന്നതായ സാഹചര്യം ജീവിതത്തിലുണ്ട്. ധനം കൈകളിൽ നിൽക്കാത്തതായ സാഹചര്യം, പല കാര്യങ്ങളിലും എതിർപ്പുകൾ നേരിടുന്നതായ സാഹചര്യമുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. മനസ്സിന് സന്തോഷം തരുന്നതായ ചില കാര്യങ്ങൾ, പ്രധാനമായും പല വിധത്തിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പലവിധ കാര്യങ്ങളെയും എതിർപ്പുകളെയും മറികടന്ന് പ്രവർത്തിക്കാനും വിജയങ്ങൾ നേടിയെടുക്കുവാനും പിന്നീട് പിന്തുണ നേടിയെടുക്കുവാനും സാധിക്കും. പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ദുഃഖാനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് എങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആരോഗ്യ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. എല്ലാ കാര്യങ്ങളിലും അച്ചടക്കം, കൃത്യനിഷ്ഠ വന്നു ചേരുവാനുള്ള കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. കുടുംബസൗഖ്യം വന്നു ചേരാം. ആഗ്രഹ സഫലീകരണം വന്നു ചേരാം. ഉന്നതമായ പദവികൾ നിങ്ങളെ തേടിയെത്താം. കൂടാതെ സന്താനലബ്ധി, വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക, രോഗദുരിതങ്ങൾക്ക് ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പ്രശസ്തി നിങ്ങളിൽ വർദ്ധിക്കാം അഥവാ പ്രശസ്തി നേടിയെടുക്കുവാൻ സാധിക്കും. എന്നാൽ അലസത നിങ്ങൾ ഒഴിവാക്കേണ്ടതായ സാഹചര്യം ജീവിതത്തിലുണ്ട്. കലഹങ്ങളും പൂർണ്ണമായും ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. പൂരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും ധൈര്യപൂർവം നേരിടുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഉയർന്ന ചിന്തകൾ നിങ്ങളിലേക്ക് കടന്നു വരാം. പ്രവർത്തന മേഖല നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. സാമ്പത്തിക അസ്ഥിരത നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. ഭൂമിയുമായി ബന്ധപ്പെട്ട് ആഭരണം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ഇത്തരം കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. നിലനിൽക്കുന്നതായ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. വിനോദയാത്രകൾ നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. തൊഴിൽ അഥവാ തൊഴിൽപരമായ വിജയങ്ങൾ, ധാർമ്മിക പ്രവർത്തികൾ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. തൃപ്തികരമായ കുടുംബജീവിതം തന്നെ വന്നു ചേരാം. വ്യാപാര ലാഭം ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതുമാണ്. അപ്രതീക്ഷിതമായ ചെലവുകൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ സാഹസികരമായ പ്രവർത്തികൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിവാഹ കാര്യങ്ങൾ അനുകൂലമാകാം. ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത വർദ്ധിക്കും. കൂടാതെ ഈ സമയം മനക്ലേശങ്ങൾ, ഉപരിപഠനം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. മനക്ലേശങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. തൊഴിൽപരമായ ഉയർച്ചയിലേക്ക് നയിക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും പല വ്യക്തികളിൽ നിന്നും സഹായം, ഒപ്പം നിൽക്കുന്നവരിൽ നിന്നും ചില സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. എന്നാൽ പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സന്തോഷപൂർണമായ കുടുംബജീവിതം ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. കച്ചവടവുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ അനുകൂലമായി തീരും. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്താം. നിലനിന്നിരുന്നതായ പലവിധ സ്വത്ത് തർക്കങ്ങൾ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഔദ്യോഗിക രംഗത്ത് കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ആരോഗ്യ കാര്യങ്ങൾ തൃപ്തികരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതുമാണ്. ആഗ്രഹ സാഫല്യം വന്നു ചേരും. വിദ്യയുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ, പരീക്ഷകളിൽ ഉന്നതമായ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. നേതൃപദവി, ധനപരമായ ലാഭം, കുടുംബസൗഖ്യം എന്നിവ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. ഉത്സാഹശീലം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമാണ് എന്ന പ്രത്യേകതയുമുണ്ട്. അപ്രതീക്ഷിതമായ ചെലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട് എങ്കിലും അത്തരം കാര്യങ്ങളെ തരണം ചെയ്യുവാൻ ക്രമേണ നിങ്ങൾക്ക് സാധിക്കും. പല വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് പിന്തുണ വർദ്ധിക്കാവുന്നതായ സമയവുമാണ്. ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും ജീവിതത്തിൽ ഭൂമി ലാഭം വന്നു ചേരുക,
തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. പണം ശരിയായ രീതിയിൽ ചെലവഴിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം എങ്കിലും ആരോഗ്യ കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സമയമാണ്. മത്സര വിജയങ്ങൾ, കച്ചവട ലാഭം ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. കർമ്മപുഷ്ടി ജീവിതത്തിലേക്ക് വന്നു ചേരും. തൊഴിലവസരങ്ങൾ വന്നു ചേരാം. വിദേശവാസത്തിനുള്ള സാധ്യത കൂടുതലാണ്. കാര്യവിജയങ്ങൾ, സന്താന സൗഭാഗ്യം, സന്താനഭാഗ്യം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അനുകൂലമായി ഭവിക്കാം. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്.